പരിലസിച്ചിടും മധ്യേ 10,000 പേർകളിൽ പരമസുന്ദരനായ മണവാളൻ ഒരുവൻ മാത്രം. പ്രതിദിനം അവനെനിക്കത്തലകറ്റുന്നൊരു ഉത്തമ മണവാളനാ. പ്രതിദിനം അവനെനിക്കത്തലകറ്റുന്നൊരു ഉത്തമ മണവാളനാ. ഉത്തമ മണവാളനാ, ഉത്തമ മണവാളനാ. പരിലസിച്ചിടുന്നവൻ പരമമണ്ഡലങ്ങളിൽ പരിവാര സമന്വിതമാ. പരിലസിച്ചിടുന്നവൻ പരമമണ്ഡലങ്ങളിൽ പരിവാര സമന്വിതമാ. 10,000 പേർകളിൽ പരമസുന്ദരനായ മണവാളൻ ഒരുവൻ മാത്രം. വിശുദ്ധിയിൽ അലങ്കാര പുടവ ധരിച്ചു കൊണ്ടു മണവാട്ടി ഒരുങ്ങി നിൽക്കേ. വിശുദ്ധിയിൽ അലങ്കാര പുടവ ധരിച്ചു കൊണ്ടു മണവാട്ടി ഒരുങ്ങി നിൽക്കേ. മണവാട്ടി ഒരുങ്ങി നിൽക്കേ, മണവാട്ടി ഒരുങ്ങി നിൽക്കേ. പരിശുദ്ധ ഗണങ്ങളിൽ നടുവിൽ വെച്ചവൻ എന്നെ വേളി കഴിച്ചിടുവേ. പരിശുദ്ധ ഗണങ്ങളിൽ നടുവിൽ വെച്ചവൻ എന്നെ വേളി കഴിച്ചിടുവേ. 10,000 പേർകളിൽ പരമസുന്ദരനായ മണവാളൻ ഒരുവൻ മാത്രം. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 40-ാം സങ്കീർത്തനം 8ഉം 9ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എൻ്റെ ദൈവമേ, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. നിൻ്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിലിരിക്കുന്നു. ഞാൻ മഹാസഭയിൽ നീതിയെ പ്രസംഗിച്ചു. അധരങ്ങളെ ഞാൻ അടക്കിയിട്ടില്ല. യഹോവേ, നീ അറിയുന്നു. 10-ാം വാക്യം. ഞാൻ നിൻ്റെ നീതിയെ എൻ്റെ ഹൃദയത്തിൽ മറച്ചു വച്ചില്ല. നിൻ്റെ വിശ്വസ്തതയും രക്ഷയും ഞാൻ പ്രസ്താവിച്ചു. നിൻ്റെ ദയയും സത്യവും ഞാൻ മഹാസഭയ്ക്ക് മറച്ചതുമില്ല. ദൈവത്തിന് സ്തോത്രം. ദാവീദ് രാജാവ് വലിയ വീഴ്ചയിൽ നിന്ന് മടങ്ങി വന്നതിന് ശേഷം ദൈവത്തെ സ്തുതിച്ചു പാടിയ സങ്കീർത്തനമാണ് 40-ാം സങ്കീർത്തനം. ഈ സങ്കീർത്തനത്തിൽ ദ ലിറ്റർജി ഓഫ് എ പ്യുവർ ഹാർട്ട്, ഒരു വിശുദ്ധ ഹൃദയത്തിൻ്റെ, ഒരു നന്ദി നിറഞ്ഞ ഹൃദയത്തിൻ്റെ ആരാധനാക്രമമാണ് 40-ാം സങ്കീർത്തനമെന്നാണ്. ലിറ്റർജി ഓഫ് എ ഫുൾ ഹാർട്ട്, ഒരു നിറഞ്ഞ ഹൃദയത്തിൻ്റെ പൂജാക്രമം, നിറഞ്ഞ ഹൃദയത്തിൻ്റെ ആരാധനാക്രമം. എന്താണ് ലിറ്റർജി? ആരാധനാക്രമം എന്താണ്? ഒന്ന്, ആ ഹൃദയം അത് സ്ക്രിപ്ചറൽ ഹാർട്ട്, അത് ദൈവത്തിൻ്റെ വിശുദ്ധ വചനം ഉൾക്കൊള്ളുന്ന ഹൃദയമാണ്. ദൈവത്തിൻ്റെ വചനം ഹൃദിസ്ഥമാക്കിയിരിക്കുന്ന അനുഭവം, ദൈവവചനം ഹൃദയത്തിൽ നിറച്ചു വച്ചിരിക്കുന്ന ഒരനുഭവം, എ സ്ക്രിപ്ചറൽ ഹാർട്ട്. രണ്ടാമത്, വചനം നിറച്ചാൽ മാത്രം പോരാ, വചനം പ്രസംഗിക്കണം, സ്പീക്കിംഗ് ഹാർട്ട്, പ്രസംഗിക്കുന്ന ഹൃദയം, വചനം പ്രസ്താവിക്കുന്ന ഹൃദയം, സ്പീക്കിംഗ് ഹാർട്ട്. മൂന്നാമത്, എ സഫറിംഗ് ഹാർട്ട്, അത് പീഡ സഹിക്കുന്ന ഹൃദയം, സങ്കടം സഹിക്കുന്ന ഹൃദയം, ദുരിതമേൽക്കുന്ന ഹൃദയം, എ സഫറിംഗ് ഹാർട്ട്. നാലാമത്, എ സർപ്രൈസിംഗ് ഹാർട്ട്, അതിശയിക്കുന്ന ഹൃദയം, അത്ഭുതപ്പെടുന്ന ഹൃദയം, അതിശയത്തോടെ ദൈവത്തിൻ്റെ മഹാത്ഭുതങ്ങളെ വർണ്ണിക്കുന്ന ഹൃദയം, ദൈവത്തിൻ്റെ മഹാത്ഭുതങ്ങളെ ധ്യാനിക്കുന്ന ഹൃദയം.
ദൈവത്തിൻ്റെ കരുതലിനെക്കുറിച്ച് ദൈവത്തെ സ്തുതിക്കുന്ന ഹൃദയം, എ സർപ്രൈസിങ് ഹാർട്ട്. ഒന്ന്, എ സ്ക്രിപ്ചറൽ ഹാർട്ട്, വചനം ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുക. ദൈവത്തിൻ്റെ വചനം തേനിലും തേൻകട്ടയിലും മധുരമാണെന്ന് നാം ചിന്തിച്ചു. ദൈവത്തിൻ്റെ വചനം പാതയ്ക്ക് വെളിച്ചമാണെന്ന് നാം ചിന്തിച്ചു. ദൈവത്തിൻ്റെ വചനം ഊടുവഴികൾക്ക് പ്രകാശമാണെന്ന് നാം ഗ്രഹിച്ചു. ദൈവത്തിൻ്റെ വചനം ഇരുളടഞ്ഞ ഹൃദയത്തിൽ പ്രകാശം തൂകിത്തരുന്ന വചനമാണ്. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ അത്ഭുതകരമായ ദിവ്യ ജ്യോതിസ് അരുളുന്ന വചനമാണ്. ദൈവത്തിൻ്റെ വചനം അന്ധകാരം നിറഞ്ഞ നമ്മുടെ ഹൃദയത്തിൽ തൂമിന്നൽ പാകിത്തരുന്ന വചനമാണ്. ദൈവത്തിൻ്റെ വചനം അന്ധവിശ്വാസത്തിൽ മൂടിക്കിടക്കുന്ന ഹൃദയത്തിൽ സത്യവിശ്വാസം നിറച്ചു തരുന്ന വചനമാണ്. ദൈവത്തിൻ്റെ വചനം അബദ്ധ ആചാരങ്ങളിലും നിർജീവമായ അനുഷ്ഠാനങ്ങളിലും ആമോദിച്ചിരുന്ന ഹൃദയത്തിൽ നിന്ന് എല്ലാ ദുരാത്മഭീതികളും ദുരാത്മബാധകളും മാറ്റി ഹൃദയത്തെ സംശുദ്ധമാക്കുന്ന വചനമാണ് ദൈവത്തിൻ്റെ വചനം. എ സ്ക്രിപ്ചറൽ ഹാർട്ട്, വചനം നിറഞ്ഞിരിക്കുന്ന ഹൃദയം, വചനം ഹൃദയസ്ഥമാക്കുക, വചനം ഹൃദയത്തിൽ നിറയ്ക്കുക. രണ്ടാമത്, എ സ്പീക്കിംഗ് ഹാർട്ട്, ഹൃദയം സംസാരിക്കണം. നിറഞ്ഞാൽ പോരാ, ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വായി സംസാരിക്കുന്നത് എന്ന് തിരുവചനം പറയുന്നു. ഹൃദയത്തിൽ വചനം നിറഞ്ഞാൽ പോരാ, വചനം നാം സംസാരിക്കണം, വചനം നാം സാക്ഷിക്കണം. യേശുക്രിസ്തു ഒടുവിലായി തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ 11 പേരെ ചേർത്തിരുത്തി അവരോട് അവസാനമായി സംസാരിക്കുന്ന വാക്കതാണ്, നിങ്ങൾ എൻ്റെ സാക്ഷികളാകണമെന്ന്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 6 മുതലുള്ളതായ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അങ്ങനെ കാണും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിച്ചിട്ട് ആദ്യം യെരൂശലേമിലും യഹൂദ്യയിൽ എല്ലായിടത്തും പിന്നെ ശമരിയിലും പിന്നെ ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികൾ ആകും. ദൗ ഷാൽ ബി മൈ വിറ്റ്നസസ്, നിങ്ങളെൻ്റെ സാക്ഷികൾ ആകണം, നിങ്ങളെൻ്റെ സാക്ഷികളാകണം. എന്നെ നിങ്ങൾ സാക്ഷിക്കുന്നവരായി തീരണമെന്ന് കർത്താവ് ആഗ്രഹിച്ചു, കർത്താവ് അത് കൽപ്പിച്ചു. നിങ്ങളെൻ്റെ സാക്ഷികളാകുവീൻ എന്ന കർത്താവ് വചനം കൊടുത്തു, കർത്താവ് ആജ്ഞ കൊടുത്തു, ദൈവം അരുളപ്പാട് നൽകി. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് ഒടുവിലത്തെ വാക്കുകൾ കർത്താവ് പറയുമ്പോൾ ശിഷ്യന്മാരോട് പറയും, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് നിങ്ങൾ അവരെ ശിഷ്യന്മാരാക്കുവീൻ. നിങ്ങൾ എല്ലാവരെയും ശിഷ്യരാക്കുവീൻ. നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങൾ എൻ്റെ നാമത്തിൽ പുറപ്പെടുമ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ എൻ്റെ നാമത്തിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും നിങ്ങൾ പ്രമാണിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. സകല ജാതികളെയും നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാക്കിക്കൊള്ളുമ്പോൾ ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. കർത്താവ് ആഗ്രഹിച്ചത് അതാണ്. നാം ദൈവത്തിൻ്റെ വചനം പറയുന്നവരായി തീരണം. വചനം ഹൃദയത്തിൽ നിറയണം. വചനം സംസാരിക്കണം. വചനം പ്രസംഗിക്കണം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം പറയുക എന്നുള്ളത് വാസ്തവത്തിൽ അനുഗ്രഹീതമായൊരു ശുശ്രൂഷയാണ്. ദൈവത്തിൻ്റെ വചനം പറയുക, അതിന് പരിശുദ്ധാത്മാവിൻ്റെ 9 കൃപാവരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൃപാവരമായി പറഞ്ഞിരിക്കുന്ന പ്രവചനവരം എന്ന് പറയുന്ന ആ കൃപാവരത്തിൻ്റെ വ്യാപ്തിയും അതിൻ്റെ ആഴവും അതിൻ്റെ അഗാധത്വവും അതിൻ്റെ വിശാലതയും അതിൻ്റെ ഔന്നത്യവും അതിൻ്റെ പദവിയും എല്ലാം ഉൾക്കൊള്ളുന്നതാണ് വചനം പ്രസംഗിക്കുക എന്നുള്ളത്. ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുക, ദൈവത്തിൻ്റെ വചനം മറ്റുള്ളവരോട് അറിയിക്കുക. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. യേശുക്രിസ്തുവിനെ അറിയിക്കുന്നതായ സുവിശേഷം, യേശുക്രിസ്തുവിനെ ജനമധ്യത്തിൽ പ്രഖ്യാപിക്കുന്നതായ സുവിശേഷം, സകല ജാതികൾക്കും വെളിപ്പെടുവാനുള്ള നിത്യപ്രകാശവും സത്യവെളിച്ചവുമായ ക്രിസ്തുവിനെ ലോകത്തിൻ്റെ മുമ്പിൽ ഉയർത്തിക്കാണിക്കുന്ന സുവിശേഷം. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച്
മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. തീമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ ആ വാക്യം നമുക്ക് വായിക്കാം. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനെക്കുറിച്ചുള്ള സുവിശേഷം, ക്രിസ്തുവിനെ സുവിശേഷിക്കുന്നു. ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിൽ നിറയുമ്പോൾ എല്ലാ തിരുവെഴുത്തും ഈ യേശുക്രിസ്തുവിൽ ചെന്ന് കേന്ദ്രീകരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. തിരുവെഴുത്തുകളെല്ലാം യേശുക്രിസ്തുവിനെക്കുറിച്ചാണ്. കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ദിവസം എമ്മൗസിലേക്ക് 2 ശിഷ്യന്മാർ യെറൂസലേമിൽ നിന്ന് തിരികെ പോകുന്ന സമയം ഉയർത്തെഴുന്നേറ്റ മിശിഹാ തമ്പുരാൻ അവരോട് ചേർന്ന് നടന്നു. അവരോട് യേശുവിനെക്കുറിച്ച് പറഞ്ഞു. യേശുവാണ് പറയുന്നത് എന്ന് അവരറിഞ്ഞില്ല. അവരുടെ ആന്തരിക കണ്ണുകൾ അടഞ്ഞിരുന്നതുകൊണ്ട് തങ്ങളോട് സംസാരിക്കുന്നത് ക്രിസ്തുവാണ് എന്നവരറിഞ്ഞില്ല. യേശുവിനെക്കുറിച്ച് പറഞ്ഞത് മോശ തുടങ്ങിയ എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ചുള്ളത് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. മോശ തുടങ്ങി എല്ലാ തിരുവെഴുത്തുകളിലും യേശുവിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. ആ വചനം അവരുടെ ഹൃദയത്തിൽ ചെന്നപ്പോൾ അവരുടെ അവിശ്വാസം മാറി. കർത്താവ് അവരെ ശാസിച്ചു. അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ എന്ന് കർത്താവ് അവരെ ശാസിച്ചു. അവരുടെ അവിശ്വാസത്തെയും മന്ദബുദ്ധിയെയും കർത്താവ് ശാസിച്ച് മാറ്റി. അവരുടെ ഹൃദയ കാഠിന്യത്തെ കർത്താവ് തകർത്ത് മാറ്റി. ഹൃദയത്തെ ആർദ്രമാക്കി വചനം ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം അവരുടെ ഹൃദയത്തെ കർത്താവ് ഒരുക്കി. അവരുടെ ആന്തരിക കണ്ണ് തുറന്നു. യേശുക്രിസ്തുവാണ് തങ്ങളോട് സംസാരിക്കുന്നത് എന്ന് അവർ തിരിച്ചറിഞ്ഞു. മോശ തുടങ്ങി എല്ലാ തിരുവെഴുത്തുകളിലും ഉൽപ്പത്തി പുസ്തകം, പുറപ്പാട് പുസ്തകം, ലേവ്യ പുസ്തകം, സംഖ്യാപുസ്തകം, ആവർത്തന പുസ്തകം എന്ന പഞ്ചഗ്രന്ഥങ്ങൾ എന്ന് പറയുന്ന മോശയുടെ ആ 5 പുസ്തകങ്ങൾ തുടങ്ങി തുടർന്നുള്ള എല്ലാ വേദഗ്രന്ഥങ്ങളിലും യേശുക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവർക്ക് കർത്താവ് വ്യാഖ്യാനിച്ചു കൊടുത്തു. യേശുവിനെക്കുറിച്ചാണ് എല്ലാ ഗ്രന്ഥങ്ങളും പറയുന്നത്. തിരുവചനമെല്ലാം ഊന്നുന്നത് ക്രിസ്തുവിലാണ്. തിരുവചനമെല്ലാം ഊന്നുന്നത് ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലാണ്. ക്രിസ്തു എന്ന ഒരു വ്യക്തിയെയാണ് തിരുവചനം ഉയർത്തി കാണിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ അത്ഭുതകരമായ സ്നേഹത്തിൻ്റെ പ്രതീകമായി, സ്നേഹത്തിൻ്റെ പ്രതിരൂപമായി, സ്നേഹത്തിൻ്റെ എംബോഡിമെൻ്റായി, മൂർത്തിമദ്ഭാവമായി ഈ ഭൂമിയിൽ തിരുവവതാരം ചെയ്ത നിത്യനായ, നിത്യപരിശുദ്ധനായ, നിത്യോന്നതനായ ദൈവപുത്രനെക്കുറിച്ചുള്ള സുവിശേഷം. എന്നും സുവിശേഷം അതാണ്. പല സുവിശേഷങ്ങളില്ല, പല വാക്കുകളില്ല, പല മതങ്ങളില്ല, പല വർഗങ്ങളില്ല. മനുഷ്യൻ എന്ന ഒരു വർഗം മാത്രം. പ്രിയപ്പെട്ടവരെ, മനുഷ്യനെ തരംതിരിക്കുന്നത് മനുഷ്യൻ തന്നെയാണ്. ദൈവം ആരെയും തരംതിരിക്കുന്നില്ല. ദൈവത്തിൻ്റെ മതഭേദമില്ല, ദൈവത്തിന് ജാതി വ്യത്യാസമില്ല, ദൈവത്തിന് സമുദായ ഭേദമില്ല. ദൈവത്തിന് എല്ലാവരും തൻ്റെ പ്രിയ മക്കൾ, എല്ലാവരും തൻ്റെ കൈപ്പണി, എല്ലാവരും തൻ്റെ പ്രിയ സൃഷ്ടി. ദൈവത്തിൻ്റെ കൈപ്പണിയായി ഈ ഭൂമിയിൽ സകലമാന മനുഷ്യരും പിറന്നിരിക്കുന്നു. സഹോദരങ്ങളെ, അത്യുന്നതനായ ദൈവം, സർവോന്നതനായ ദൈവം, നിത്യപരിശുദ്ധനായ ദൈവം, ജഗന്നിയന്താവായ ദൈവം, സച്ചിദാനന്ദ സ്വരൂപനായ ദൈവം, ആദിയും അന്തവും നിത്യതയുമായ ദൈവം, ആദിയില്ലാത്ത ആദിയും അന്തമില്ലാത്ത അന്തവുമാകും ദൈവം, ദ ബിഗിനിങ്ലെസ് ബിഗിനിങ് ആൻഡ് ദ എൻഡ്ലെസ് എൻഡ്. ആദിയില്ലാത്ത ആദി, അന്തമില്ലാത്ത അന്തം, അൽഫയും ഓമേഗയുമാകും ദൈവം, ആദിയും അന്തവുമാകും ദൈവം, ആരംഭവും അവസാനമാകും ദൈവം, സർവോന്നതനായ ദൈവം. പ്രിയപ്പെട്ടവരെ, ഈ നിത്യനായ ദൈവം മനുഷ്യ സാദൃശ്യത്തിലായ വേഷത്തിൽ മനുഷ്യനായി വിളങ്ങിയത് യേശുക്രിസ്തു ആ അത്ഭുതകരമായ തിരുവവതാരത്തിൻ്റെ പരമ്പൊരുളാണ്. അത്ഭുതകരമായ തിരുവവതാരത്തിൻ്റെ പരമ്പൊരുൾ ഞാൻ എങ്ങനെയാണത് വ്യാഖ്യാനിക്കുക? അത്ഭുതകരമായ തിരുവവതാരത്തിൻ്റെ പരമ്പൊരുൾ. ദൈവത്തിന് സ്തോത്രം. ഹൈന്ദവ മനീഷികൾ സച്ചിദാനന്ദ സ്വരൂപനെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ ഈ ജീവനുള്ള ദൈവത്തിൻ്റെ അത്ഭുതകരമായ സ്നേഹത്തെ പ്രകീർത്തിക്കുന്നുണ്ട്. ഹൈന്ദവ തത്വ ദാർശനികന്മാർ നിത്യനായ സച്ചിദാനന്ദ സ്വരൂപനായ സനാതന സത്യമായ തത്വമസി എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്ന ആ നിത്യനായ ദൈവത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കുമ്പോൾ പറയുമ്പോൾ വാസ്തവത്തിൽ ഊന്നുന്നത് ഒരിടത്ത് ഒതുങ്ങാത്തവനായി,
ആദിയും അന്തവുമായി പരബ്രഹ്മസ്വരൂപമായി നിത്യോന്നതനായി വാഴുന്ന ജീവനുള്ള ദൈവത്തെയാണ്. ആ ദൈവം മനുഷ്യ സാദൃശ്യത്തിലായി. ആ ദൈവം വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. കർത്താവായ യേശു. ഈ യേശുവിനെയാണ് വേദപുസ്തകത്തിൻ്റെ എഴുത്തുകളെല്ലാം കേന്ദ്രീകരിച്ച് ലക്ഷ്യമിടുന്നത്. യേശുക്രിസ്തു. സഹോദരങ്ങളെ, യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുക, യേശുവിനെ പ്രസംഗിക്കുക, യേശുവിനെ ജനത്തിന് കാണിച്ചു കൊടുക്കുക. അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 26-ാം അധ്യായത്തിൽ ഒരു വലിയ നീതിന്യായ കോടതിയുടെ മുൻപിൽ നിൽക്കുന്നത് നാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 26-ാം അധ്യായത്തിൽ ആ നീതിന്യായ കോടതി അത് വളരെ വളരെ ബഹുമാന്യമായ പദവിയുള്ളൊരു കോടതിയാണ്. അഗ്രിപ്പ രാജാവുണ്ട്. അഗ്രിപ്പ രാജാവ് മാത്രമല്ല, അവിടുത്തെ ഗവർണറായ ഫേലിക്സ് ഉണ്ട്. മാത്രമല്ല, അഗ്രിപ്പ രാജാവിൻ്റെ ഭാര്യയായ ബർന്നീക്കിയുണ്ട്. ഇവരെല്ലാവരും ചേർന്നിരിക്കുന്ന ഒരു വലിയ സദസ്സിൽ അപ്പോസ്തലനായ പൗലോസ് ലഭിച്ച സന്ദർഭം കൊണ്ട് യേശുവിനെക്കുറിച്ച് പറഞ്ഞു. കിട്ടിയ സന്ദർഭം കൊണ്ട്. എത്ര ഉന്നതമായ സദസ്സാണ്! പക്ഷേ യേശുവിനെക്കുറിച്ച് പറഞ്ഞു. ഞാനൊരിക്കൽ വായിച്ചു, ഡോക്ടർ ബില്ലി ഗ്രഹാം ഒരവസരത്തിൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ അടുക്കൽ അദ്ദേഹം ചെന്നു. ഈസനോവറുടെ അദ്ദേഹത്തിൻ്റെ ആസ്ഥാനത്തിൽ ചെന്നു. കിട്ടിയ സന്ദർഭം കൊണ്ട് ബില്ലി ഗ്രഹാം ഈസനോവറോട് യേശുവിനെക്കുറിച്ച് പറഞ്ഞു. ക്രിസ്തുവിൻ്റെ അത്ഭുതകരമായ രക്ഷാ ദൗത്യത്തെക്കുറിച്ച് പറഞ്ഞു. രക്ഷാ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞു. ഈസനോവർ ഒരു ക്രിസ്തു ഭക്തനായിരുന്നു. പ്രസിഡൻ്റ് ഈസനോവർ അദ്ദേഹം ദൈവവിശ്വാസിയായിരുന്നു. ഈസനോവറുടെ വൈറ്റ് ഹൗസിൽ അവിടെ ഒരു ചെറിയ പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. എല്ലാ ആഴ്ചയിലും കൂടുന്നൊരു ചെറിയ പ്രാർത്ഥനാ ഗ്രൂപ്പ്. അമേരിക്കൻ പ്രസിഡൻറ്റ് ദൈവവിശ്വാസിയായ അമേരിക്കൻ പ്രസിഡന്റ് ഈസനോവർ ബില്ലി ഗ്രഹാമിനെ സന്തോഷത്തോടെ കൈക്കൊണ്ടു. ബില്ലി ഗ്രഹാം പറഞ്ഞ വാക്കുകൾ കേട്ടു. ലോകത്തിലെ പ്രശസ്ത സുവിശേഷകനായ ദൈവവിശ്വാസിയായ ദൈവവൈതലായ ബില്ലി ഗ്രഹാം അവിടെ ചെന്ന് പറഞ്ഞതെല്ലാം അദ്ദേഹം സന്തോഷത്തോടെ ഉൾക്കൊണ്ടു എന്ന് അന്ന് ഞാൻ വായിക്കുകയുണ്ടായി. സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം അത് പ്രസംഗിക്കണം. പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും? അപ്പോസ്തലനായ പൗലോസ് പ്രസംഗിച്ചു. ബർന്നീക്കിയും അഗ്രിപ്പ രാജാവും ഫേലിക്സ് ഗവർണറും ഇരിക്കുന്ന സദസ്സിൽ പ്രസംഗിച്ചു. തൻ്റെ സ്വന്തം അനുഭവം പറയാൻ അപ്പോസ്തലൻ തെല്ലും മടിച്ചില്ല. ഇങ്ങനെയാണ് പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? ദൈവം അപ്പോസ്തലനായ പൗലോസിനോട് പറഞ്ഞതിനെക്കുറിച്ച്, മാനസാന്തരപ്പെടുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് അപ്പോസ്തലനെ സന്ദർശിച്ച സമയത്ത്, ശൗൽ എന്ന് പേരുള്ള പൗലോസ്ലീഹായെ സന്ദർശിച്ച സമയത്ത്, ദൈവം ആദ്യം വെളിപ്പെട്ട സമയത്ത് ക്രിസ്തു എന്നോട് പറഞ്ഞു എന്നാണ് പൗലോസ്ലീഹ പിൽക്കാലത്ത് പറയുന്നത്. നീ എന്നെ കണ്ടതിനും ഇനി ഞാൻ നിനക്ക് പ്രത്യക്ഷനാവാനിരിക്കുന്നതിനും നിന്നെ ശുശ്രൂഷകനും സാക്ഷിയുമായി നിയമിപ്പാൻ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി. ജനത്തിൻ്റെയും ജാതികളുടെയും കയ്യിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കും. അവർക്ക് പാപമോചനവും എന്നുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശം ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണ് തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താൻ്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തെങ്കിലേക്കും തിരിപ്പാനും ഞാൻ ഇപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു എന്ന് കൽപ്പിച്ചു. ഇത്രയും പറഞ്ഞിട്ട് പൗലോസ്ലീഹ അഗ്രിപ്പ രാജാവിൻ്റെ നേരെ നോക്കി. അഗ്രിപ്പ രാജാവിനോട് നേരിട്ട് സംസാരിച്ചു. അതുകൊണ്ട് അഗ്രിപ്പ രാജാവേ, നേരിട്ട് സംസാരിക്കുകയാണ്, ഒരു കൂസലുമില്ലാതെ സംസാരിക്കുകയാണ്. അതുകൊണ്ട് അഗ്രിപ്പ രാജാവേ, അപ്പോസ്തലപ്രവൃത്തി 26-ാം അധ്യായം 19-ാം വാക്യം, അതുകൊണ്ട് അഗ്രിപ്പ രാജാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ ആദ്യം ദമസ്കോസിലും യെരൂസലേമിലും യഹൂദ്യദേശത്തെങ്ങും ഉള്ളവരോടും പിന്നെ ജാതികളോടും മാനസാന്തരപ്പെട്ട് ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവർത്തികൾ ചെയ്യണമെന്ന് പ്രസംഗിച്ചു. അതുകൊണ്ട് അഗ്രിപ്പ രാജാവേ, ഞാൻ പ്രസംഗിച്ചു. ഞാൻ ദൈവത്തിൻ്റെ പ്രസംഗിയും ശുശ്രൂഷകനുമായി ഞാൻ പ്രസംഗിച്ചു. എന്താണ് പ്രസംഗിച്ചത്? അതുകൊണ്ട് അഗ്രിപ്പ രാജാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിച്ചില്ല. കർത്താവായ യേശുക്രിസ്തു എനിക്ക് നേരിട്ട് വെളിപ്പെട്ട്, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്നോട് ചോദിച്ച്, എൻ്റെ ശരീരത്തിന് ചുറ്റും മിന്നിത്തിളങ്ങുന്ന അഭൗമ തേജസ്സിൻ്റെ മധ്യത്തിൽ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ഞാൻ മനം മയങ്ങി, കണ്ണുമയങ്ങി, കണ്ണുകാഴ്ച ഇല്ലാത്തവനെ പോലെ അമ്പരപ്പിൽ വീണപ്പോൾ, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്ന എന്താ എന്ന ശബ്ദം കേട്ടുകൊണ്ട് അങ്ങനെ കിടന്നപ്പോൾ
നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ എന്ന ശബ്ദം ഞാൻ തുടർന്ന് കേട്ടപ്പോൾ എനിക്ക് ഒരു സ്വർഗീയ ദർശനം കിട്ടി. നീ എൻ്റെ സാക്ഷിയാക എന്ന ദർശനം കിട്ടി. നീ എന്നെ സാക്ഷിക്കുക എന്ന ദൈവിക അരുളപ്പാട് കിട്ടി. ആ ദർശനത്തിനോട് ഞാൻ അനുസരണക്കേട് കാണിച്ചില്ല. അതുകൊണ്ട് അഗ്രിപ്പ രാജാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ ഞാൻ എന്ത് ചെയ്തു? ഞാൻ ആദ്യം ദമസ്കോസിൽ യേശുവിനെക്കുറിച്ച് പ്രസംഗിച്ചു, പിന്നെ യെരൂശലേമിൽ യേശുവിനെക്കുറിച്ച് പ്രസംഗിച്ചു, പിന്നെ യഹൂദ്യദേശത്തെങ്ങും യേശുവിനെക്കുറിച്ച് പ്രസംഗിച്ചു, പിന്നെ ജാതികളോടും യേശുവിനെക്കുറിച്ച് പ്രസംഗിച്ചു. മാത്രമല്ല, യേശുവിനെക്കുറിച്ച് പ്രസംഗിച്ചതിലൂടെ മാനസാന്തരപ്പെട്ട് ദൈവത്തെങ്കിലേക്ക് തിരിയണമെന്ന് പ്രസംഗിച്ചു. ദൈവത്തെങ്കിലേക്ക് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞാൽ മാത്രം പോരാ, മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തികൾ ചെയ്യണമെന്ന് ഞാൻ പ്രസംഗിച്ചു. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, ഇതാണ് പ്രസംഗിക്കാനുള്ളൂ. യേശുവിനെക്കുറിച്ച് പ്രസംഗിക്കുന്നത് എന്താണ്? യേശു ജീവിച്ചതുപോലെ ജീവിക്കണം. ഇന്ന് ജീവിക്കുന്നത് യേശു പ്രസാദിക്കുന്ന ജീവിതമല്ല. ഇന്ന് ജീവിക്കുന്നത് യേശുവിനെ ഉപദ്രവിക്കുന്ന ജീവിതമാണ്. ഇന്ന് ജീവിക്കുന്നത് പാപത്തെ സ്നേഹിക്കുന്ന ജീവിതമാണ്. ഇന്ന് ജീവിക്കുന്നത് ലോകത്തിൻ്റെ പ്രതാപ മോഹങ്ങളെ ആശ്ലേഷിക്കുന്ന ജീവിതമാണ്. ഇന്ന് ജീവിക്കുന്നത് ലോകത്തിൻ്റെ പ്രമോദങ്ങളിൽ ആഗ്രഹം പൂണ്ട് അതിനുവേണ്ടി ദാഹിക്കുന്ന ജീവിതമാണ്. ഇന്ന് ജീവിക്കുന്നത് വെറുക്കൂത്തുകളിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയിലും ജാതീയമായ സമ്പ്രദായങ്ങളിലും കൊള്ളരുതാത്തതായ വ്യക്തിബന്ധങ്ങളിലും ഏറ്റവും ഹീനമായ അശുദ്ധ ജീവിതമായി ഇന്ന് പാപമയമായി പൈശാചികമായ ജീവിതമാണ് നയിക്കുന്നത്. മാനസാന്തരപ്പെടുവീൻ എന്ന് പ്രസംഗിച്ചു. മാനസാന്തരപ്പെടുന്നത് എന്തിന്? യേശുവിനെ പോലെ ജീവിക്കാൻ. യേശുവിനെ പോലെ ജീവിക്കുന്നത് എന്തിന്? അവനവൻ്റെ നിത്യരക്ഷ സ്വായത്തമാക്കാൻ, അവനവൻ്റെ നിത്യജീവൻ സ്വന്തമാക്കാൻ, നിത്യ സ്വർഗത്തിൻ്റെ അവകാശം പ്രാപിപ്പാൻ. മരണം കൊണ്ട് തീരുന്നതല്ല ഭൗതിക ജീവിതം. ഈ ഭൗതിക ജീവിതത്തിന് ശേഷം ഒരു പാരത്രിക ജീവിതമുണ്ട്. അത് ആത്മീയമായി സ്വർഗ നഭോമണ്ഡലത്തിൽ ജീവിക്കേണ്ടതാണ്. സ്വർഗീയ ആകാശത്തിൽ, സ്വർഗീയ നഭസ്സിൽ, സ്വർഗീയ സോപാനത്തിൽ ദൈവത്തോട് കഴിയേണ്ടതാണ്. നിത്യജീവൻ, നിത്യ സ്വർഗം, നിത്യ സമാധാനം, നിത്യ ശാന്തി, നിത്യ സൗഭാഗ്യം. സഹോദരങ്ങളെ, അപ്പോസ്തലനായ പൗലോസ് പ്രസംഗിച്ചു, മാനസാന്തരപ്പെടണം. പോരാ, മാനസാന്തരപ്പെട്ടെന്ന് പറഞ്ഞ് നടന്നാൽ പോരാ. മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തികൾ ചെയ്യണം. മാനസാന്തരത്തിന് ഉചിതമായ പ്രവൃത്തികൾ ചെയ്യണം. ഞാൻ മാനസാന്തരപ്പെട്ടെന്ന് പറഞ്ഞ് കൂട്ടായ്മയിൽ നടന്നാൽ പോരാ. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് എന്ന് ഉച്ചത്തിൽ പറഞ്ഞാൽ പോരാ. സ്തുതി സ്തോത്രം സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട് നടന്നാൽ പോരാ. ദൈവത്തിന് സ്തോത്രം. നാം എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തികൾ വരണം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സത്യസന്ധത ഉണ്ടായിരിക്കണം. നേരെ പോയി എന്നുള്ള ചിന്താഗതി ഉണ്ടായിരിക്കണം. സ്ട്രെയിറ്റ് ഫോർവേഡ്നെസ്, ആർജവം എന്നൊക്കെ നല്ല വാക്ക് പറയും. ആർജവം, സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കണം. സത്യസന്ധമായിരിക്കണം. നുണ പറയാൻ പാടില്ല, അസത്യം വരാൻ പാടില്ല, കളവ് ചെയ്യാൻ പാടില്ല, വേറൊരാളുടെ വസ്തു മോഹിക്കാൻ പാടില്ല, അശുദ്ധ ജീവിതം പാടില്ല, തന്നെ അശുദ്ധമാക്കരുത്, ഞാൻ മൂലം വേറൊരാളെ ശുദ്ധമാകരുത്, അങ്ങനെ എനിക്കും അശുദ്ധി സംഭവിക്കരുത്. അഴുക്ക് ശീലങ്ങൾ പാടില്ല. സ്നേഹമായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ആകമാനമായ ആകത്തുക. സ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കണം ജീവിതം. പരസ്പര സ്നേഹവും പരസ്പര സൗഹൃദവും പരസ്പര സഹകരണവും. ക്രിസ്തു ക്രൂശിൽ കാണിച്ച മാതൃക, അതിന് താഴെ ഒരു മാതൃകയില്ല. യേശു ക്രിസ്തു ക്രൂശിൽ കാണിച്ച സ്നേഹത്തിൻ്റെ ഉദാത്ത മാതൃകയിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കണം ക്രിസ്തീയ ജീവിതം. മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തികൾ ചെയ്യണം. സ്നേഹിതരെ, ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മുടെ ജീവിതം മാനസാന്തരത്തിലേക്ക് വരണം. അതാണ് പ്രസംഗിക്കേണ്ടത്. പൗലോസ് ശ്ലീഹ അത് പ്രസംഗിച്ചു. ആയിരങ്ങൾ തിരിഞ്ഞു, 10,000 തിരിഞ്ഞു. യൂറോപ്പിനെ സുവിശേഷീകരിക്കാൻ സാധിച്ചു. യൂറോപ്പിനെ മാത്രമല്ല, ഏഷ്യയുടെ പടിഞ്ഞാറൻ ഭൂഭാഗങ്ങളെയും സുവിശേഷത്തിൻ്റെ അത്ഭുത ജ്യോതിസ് കൊണ്ട് പ്രകാശപൂരിതമാക്കാൻ അപ്പോസ്തലനായ പൗലോസിന് കഴിഞ്ഞു. എന്തുകൊണ്ട്? ക്രിസ്തുവിൻ്റെ ദീപമുള്ളിൽ കത്തിക്കൊണ്ടിരുന്നു, ജ്വലിച്ചുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ചോദിക്കട്ടെ, ഹാവ് യു ഗോട്ട് എ സ്ക്രിപ്ചറൽ ഹാർട്ട്? നിങ്ങൾക്കൊരു ദൈവ വചനം നിറഞ്ഞ ഹൃദയമുണ്ടോ? ആർ യു ഹാവിങ് എ സ്പീക്കിംഗ് ഹാർട്ട്? നിങ്ങൾക്ക് ഒരു ദൈവവചനം പ്രസംഗിക്കുന്ന ദാഹമുള്ള ഹൃദയമുണ്ടോ? ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ഒരു സ്പീക്കിംഗ് ഹാർട്ടുണ്ടോ? ഇന്ന് ഈ വാക്കുകൾ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ദൈവത്തോട് പറയണം, കരുണയുള്ള കർത്താവേ, നിൻ്റെ ജീവൻ്റെ വചനം പ്രസ്താവിക്കുന്ന ഒരു സാക്ഷിയാക്കി എന്നെ മാറ്റണമേ. നിൻ്റെ ജീവൻ്റെ വചനം പ്രസംഗിക്കുന്ന ഒരു വിശുദ്ധനാക്കി എന്നെ മാറ്റണമേ. നിൻ്റെ ജീവൻ്റെ വചനം പ്രഖ്യാപിക്കുന്ന ഒരു വിശ്വസ്തദാസനാക്കി എന്നെ മാറ്റണമേ. കർത്താവേ, നിലനിൽക്കുന്നത് വചനമാണല്ലോ.
നിലനിൽക്കുന്നത് ക്രിസ്തുവാണല്ലോ, നിലനിൽക്കുന്ന ക്രിസ്തുവിൻ്റെ രാജ്യമാണല്ലോ, നിലനിൽക്കുന്ന നിത്യജീവനാണല്ലോ. നിലനിൽക്കുന്ന സൗഭാഗ്യത്തിൻ്റെ ഉടമയായി മാറാൻ എനിക്ക് നീ ഭാഗ്യം തരണമേ, എന്നെ നീ അനുഗ്രഹിക്കണമേ. നിൻ്റെ വചനം ഞാൻ സാക്ഷിക്കും, നിൻ്റെ വചനം ഞാൻ മറ്റുള്ളവരോട് പറയും, ആളാമ്പ്രതി ഞാൻ പറയും, സദസ്സിൽ ഞാൻ പറയും, എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയും, ബന്ധുമിത്രാദികളോട് പറയും, എന്നെ സ്നേഹിക്കുന്നവരോട് പറയും. എനിക്ക് കിട്ടിയ അനുഭവം ഞാൻ മറ്റുള്ളവരോട് പങ്കുവയ്ക്കും. യേശുക്രിസ്തുവിനെ കുറിച്ച് ഞാൻ പ്രസംഗിക്കും, യേശുവിനെ ഞാൻ സാക്ഷിക്കും. സഹോദരങ്ങളെ, തീരുമാനം നിങ്ങൾക്ക് പുതുക്കാൻ പറ്റുമോ? കർത്താവിൻ്റെ സാക്ഷിയായി, യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്നവനായി, യേശുവിനെ പ്രഖ്യാപിക്കുന്നതിനായി, ജീവിതത്തിൻ്റെ തനതായ അനുഭവങ്ങളിലൂടെ യേശുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നതിനായി ഞാൻ ജീവിക്കും. എൻ്റെ ജീവിതം കണ്ടാൽ യേശുവിനെ കാണാൻ കഴിയുമെന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടത്തക്കവണ്ണം ഞാൻ ജീവിക്കും. സ്വർഗം പ്രസാദിക്കുന്ന സാക്ഷിയും ജീവിതം ഞാൻ നയിക്കും. ദൈവജനമേ, നിങ്ങൾ തീരുമാനമെടുക്കുവീൻ. ക്രിസ്തുവിൻ്റെ സാക്ഷികളാകുവീൻ, ക്രിസ്തുവിൻ്റെ പ്രസംഗികളാകുവീൻ, ക്രിസ്തുവിൻ്റെ പ്രഖ്യാതാക്കളാകുവീൻ, ക്രിസ്തുവിൻ്റെ പ്രയോക്താക്കളാകുവീൻ, ക്രിസ്തുവിൻ്റെ അനുഭോക്താക്കളാകുവീൻ. ക്രിസ്തുവിനെ സാക്ഷിപ്പീൻ, ക്രിസ്തുവിനെ ഉയർത്തുവീൻ, ക്രിസ്തുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, തിരുവചനം സംസാരിക്കുന്ന ഹൃദയത്തിന് വേണ്ടിയും, തിരുവചനം തുടിക്കുന്ന ഹൃദയത്തിന് വേണ്ടിയും, തിരുവചനം സ്പന്ദിക്കുന്ന ഹൃദയത്തിന് വേണ്ടിയും ഞങ്ങൾ കൊതിക്കുന്ന കർത്താവേ, നാഥ, തിരുവചനം സാക്ഷിക്കുന്ന നാവിന് വേണ്ടി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന കർത്താവേ, തിരുവചനം ഉള്ളത്തിൽ നിറഞ്ഞ് ദിവ്യവചനം മറ്റുള്ളവരെ അറിയിപ്പാൻ തക്കവണ്ണം ആത്മാവിൻ്റെ ദാഹവും ആത്മാവിൻ്റെ ഭാരവും ഉള്ളവരായി അവിടുത്തെ വേല ചെയ്യുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഈ വചനം കേട്ട് എല്ലാവർക്കും പുതിയ തീരുമാനങ്ങൾ നൽകണമേ, പുതിയ പ്രതിഷ്ഠകൾ നൽകണമേ, പുതിയ സമർപ്പണങ്ങൾ നൽകണമേ. കർത്താവേ, ഈ വചനം കേട്ട ഓരോരുത്തരെയും പുതിയ ശക്തി കൊണ്ട് നിറയ്ക്കണമേ, പുതിയ കൃപ കൊണ്ട് പൊതിയണമേ, അവിടുത്തെ ജീവരക്തം കൊണ്ട് മുദ്രയിടണമേ, രോഗികളെ സൗഖ്യമാക്കണമേ, ആകുലത്തിലും അവലാതിയിലിരിക്കുന്നവർക്ക് ആശ്വാസം നൽകണമേ, ദുഃഖത്തിലും ഞെരുക്കത്തിലും കഴിയുന്നവരെയോടും സാന്ത്വനപ്പെടുത്തണമേ, കുടുംബങ്ങളിലേക്ക് ശാന്തിയും സമാധാനവും സ്വസ്ഥതയും അയക്കണമേ, തകർന്ന ജീവിതങ്ങളെ പുതുക്കി മെനയണമേ, നിരാശപ്പെട്ടിരിക്കുന്നവർക്ക് പ്രത്യാശ നൽകണമേ, ആത്മഹത്യ ചെയ്താൽ മതി എന്ന് വിചാരിച്ച് വിഷമിച്ച് കഴിയുന്നവർക്ക് ജീവിക്കാനുള്ള ആഗ്രഹം കൊടുക്കണമേ, പ്രത്യാശ കൊടുക്കണമേ. എല്ലാവരെയും കൃപയിൽ സംരക്ഷിക്കണമേ, മഹത്വം തിരുമേനി എടുക്കണമേ. യേശുക്രിസ്തുവിന്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ തന്നെ ആമീൻ.